നുണ വരുത്തിയ വിന. KS ജോർജും സുലജനുമൊക്കെ പാർട്ടിക്ക് വേണ്ടി നാടകത്തിലൂടെ പാടുകയും ആടുകയൊക്കെ ചെയ്തില്ലേ? അതൂട്ട് തെക്കേത്തല വറിയത് പീടികയിലൂടെ കമ്മ്യൂണിസം പൊതിഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട് തുടങ്ങി. അന്നൊക്കെ ഞാൻ പീടികയിൽ ചോറും കൊണ്ട് പോകുന്ന പതിവുണ്ടായിരുന്നു. കടയിൽ പുതുതായി ആരെങ്കിലും വന്നാൽ അയാളെ കമ്മ്യൂണിസത്തിൻ്റെ വരയിലാക്കാനുള്ള ശ്രമം. പിന്നെ ഏതാണ്ട് 3 മണിക്കൂറത്തെ കഠിനാധ്വാനം കൊണ്ട് ഈ വരുന്ന ആളിനെ പകുതി കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ആക്കിയിരിക്കും. അപ്പൻ ഊണ് കഴിഞ്ഞ് പീടികയിൽ കിടന്ന് തെല്ലൊന്നും മയങ്ങും. അതൊരു ശീല. ഇങ്ങനെ ഒരു ദിവസം ഉറങ്ങണ നേരത്ത് ഒരുത്തൻ ഉപ്പ് ചോദിച്ചു വന്നു. അയാളെ ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടിയിട്ട് ഓടിക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. ഇപ്പോഴാണ്ടാ പട്ടി ഉപ്പിന് വരണേ. ഒരാൾ കിടന്നിറങ്ങുമ്പോൾ നിൻ്റെ ഈ ഒരു ഉപ്പ്. അയാൾ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു എന്ന് മാത്രമല്ല, അപ്പൻ ഇവരുടെ ബഹളം കേട്ടുണരുകയും ചെയ്തു. നന്നേ ചെറുപ്പത്തിലെ ഞാനൊരു VIP ആ കഥ പറയാം. ആയിടെ ഒരു ഇലക്ഷൻ പെരുന്നാൾ പോലെ അങ്ങോട്ട് നടന്നു. KVK വാര്യർ എന്നൊരാളാണ് ഞങ്ങളുടെ അവിടെ നിന്ന് ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ വാര്യരെ ഞങ്ങളുടെ വീടിൻ്റെ അതുവഴി കൊണ്ടുവന്നു. കഴുത്ത് നിറയെ ചുവന്ന മാലയും ഇട്ട് വാര്യർ മുന്നിൽ, പിന്നാലെ ജയ് വിളിച്ച് ജനം. ജാനു എന്ന് പറയുന്ന സ്ത്രീ, ഞങ്ങളുടെയൊക്കെ വളരെ വേണ്ടപ്പെട്ട അയൽക്കാരി, എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ളതാണിവർ. ഈ ജാനു കമ്മ്യൂണിസ്റ്റാ. വാര്യരെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ജാഥയുടെ അവിടേക്ക് എന്നെ അവർ കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് കാണാൻ പാകത്തിൽ അങ്ങോട്ട് പൊന്തിച്ചു നിർത്തി. ഈ സമയം വാര്യരെ കഴുത്തിൽ കിടന്ന ഒരു ചുവന്ന മാല എടുത്ത് എൻ്റെ കഴുത്തിലേക്ക് ഇട്ടു. അപ്പൻ്റെ മുഖം അപ്പോൾ കാണണം. എന്താ ഒരു അഭിമാനം. സാധാരണ MLA മാർക്കും മറ്റും നമ്മൾ അങ്ങോട്ടാണ് മാലയിടാറുള്ളത്. ഇത് ജയിച്ചു വന്ന MLA എനിക്ക് മാലയിട്ടു. ഇവൻ തെക്കത്തല വരീതിൻ്റെ മകനാണ്, ഇവനും ഭാവിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവേണ്ടതാണ് എന്നൊക്കെ ആ വാര്യരും കരുതിയിട്ടുണ്ടാവും. എനിക്കങ്ങനെ ആദ്യമായി ഒരു മാലയിടുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ മാല വീട്ടിലെ കിണറിൻ്റെ പടുക്കയിൽ കൊണ്ടുചെന്ന് വെള്ളം നനച്ച് ആ ചുവന്ന നിറമുള്ള വെള്ളം കൊച്ചു കൊച്ചു മഷി കുപ്പികളിലാക്കി കളിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പഴയ വിമോചന സമരത്തിലൊക്കെ പങ്കുവച്ച ആളാണ്. ആ കഥ കേൾക്കണോ? അന്ന് മാപ്രാണത്ത് എന്തോ വിശേഷ സംഭവം നടക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഞങ്ങളും പോയി. കൂട്ടത്തിൽ അമ്മാമ്മയുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ റോഡിലൊക്കെയും നിറയെ ആളാ. ഒരരികിൽ ഞങ്ങൾ നിന്നു. ഞാൻ അമ്മാമ്മയോട് ചേർന്നാണ് നിന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഇരിങ്ങാലക്കുടയിലുള്ള ക്രിസ്ത്യാനി പെണ്ണുങ്ങളും മറ്റു പെണ്ണുങ്ങളും താറൊക്കെ എടുത്ത് പൂവും തേങ്ങയുമൊക്കെ ഓരോ പാത്രത്തിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരിയുമിട്ട് കത്തിച്ച് കയ്യിൽ വെച്ചു 2 വരിയായിട്ട് അങ്ങനെ നടന്നു വരുന്നു. അതിൻ്റെ പിന്നിലായി എന്തൊക്കെയോ തരം കളികൾ. അതിന് പിന്നിലായി ഒരു അരയന്നത്തിൻ്റെ രഥം. രഥത്തിൽ ഒരാൾ അങ്ങനെ ഇരിക്കുന്നു. രഥത്തിൻ്റെ പുറകിലുമുണ്ട് തെയ്യം. ഇത് ഒക്കെ ആകെ രസകരമായൊരു ഘോഷയാത്ര. മേളങ്ങളും ചെണ്ടയും ഒക്കെയുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ നടക്കാറുള്ള സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെയും വറീത് പുണ്യാളുടെയും പെരുന്നാളെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അതുകൊണ്ടൊരു സംശയം, ഇത് നമ്മുടെ കർദിനാളോ മറ്റോ ആവോ? രഥ അടുത്തു വന്നപ്പോൾ അമ്മാമ്മ രഥത്തിലിരിക്കുന്ന ആളെ നോക്കി കുരിശു വരച്ചു. എന്നോടും വരയ്ക്കാൻ പറഞ്ഞു. ഞാനും വരച്ചു. അമ്മാമ്മയോട് അത് ആരാന്ന് ഞാൻ ചോദിച്ചു. കർദിനാളാണെന്ന് അമ്മാമ്മ പറയുകയും ചെയ്തു. പിന്നെ കുരിശു വരയ്ക്കുക എന്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ 2-3 പ്രാവശ്യം അങ്ങ് വരച്ചു കൊടുത്തു. പിന്നീടാണ് സംഭവത്തിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. അതും അപ്പനെ പറഞ്ഞത്. മുണ്ടശ്ശേരി മാഷിൻ്റെ വിദ്യാഭ്യാസ ബില്ല് വന്ന കാല. ആ ബില്ല് പാസ്സായാൽ ഇവിടെ ഓരോ ജാതിക്കാരുടെയും കയ്യിലെ കുറേ സ്ഥാപനങ്ങൾക്ക് വലിയ കുഴപ്പമാകുമത്രേ. മാപ്രാണത്തെ പീടികയിലിരുന്ന് പല ആൾക്കാരും അപ്പൻ ഇതേപ്പറ്റി വിവരിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ വിദ്യാഭ്യാസ ബില്ലിലെ വിശേഷങ്ങളും ഇത് വന്നാലത്തെ ഗുണങ്ങളും ഒക്കെ അപ്പൻ അങ്ങനെ തട്ടി മൂളിക്കും. മന്ത്രിസഭയും കൂടി ആയതോടെ അത് താങ്ങി നിർത്തേണ്ട ചുമതല അപ്പനും കൂട്ടുകാർക്കുമായി. കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്ററിയെ മറിച്ചിടാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമായി അച്ഛന്മാർ രഥത്തിൽ കൊണ്ടുവന്നത് കർദിനാളല്ല, മന്നത്ത് പത്മനാഭനെ ആയിരുന്നു. അപ്പന് ആ പേര് കേട്ടാൽ കലി വരും. കലി വരാതിരിക്കുമോ? അപ്പൻ്റെ ജീവനടിയായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അല്ലേ അങ്ങൊരു കൂട്ടരും കൂടിയിട്ട് തള്ളിയിടാൻ നോക്കണേ. അവരൊക്കെ വിചാരിച്ചിട്ട് ആ മിനിസ്ട്രി അങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങോട്ട് താഴെ വീണു. മന്നത്ത് പത്മനാഭനെ കുരിശു വരച്ചു എന്നുള്ളതാ വിമോചന സമരത്തിലുള്ള എൻ്റെ പങ്കാളിത്തം. അത് അമ്മാമ്മയുടെ അനുഗ്രഹത്തോടെ. അമ്മാമ്മ മാത്രമല്ല, ഇരിങ്ങാലക്കുടയിലുള്ള പല തള്ളാരും മന്നത്ത് പത്മനാഭനെ നോക്കി കുരിശു വരച്ചു എന്ന് അപ്പം പറയണത്. അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ചില വീടുകളിൽ ബിഷപ്പിൻ്റെ ഫോട്ടോ മാറ്റി അവിടെ മന്നത്ത് പത്മനാഭൻ്റെ ഫോട്ടോ വെച്ചൊന്നും കഥയുണ്ട്. കല്ലേലി പാലം കേൾക്കുമ്പോൾ ഒരു വലിയ പാലാണെന്ന് തോന്നും, പക്ഷെ അല്ലേ? പാടത്തിനടുത്തുള്ള തോടിന് കുറുകെയുള്ള ഒരു 8 mm പാലം. ഞാൻ, കോൾഡങ്ങൻ്റെ വർഗീസ്, ഉണ്ണികൃഷ്ണൻ, KN രാജൻ, സുബ്രൻ തുടങ്ങിയവരൊക്കെ ഈ പാലത്തിൽ നിന്ന് തോട്ടിലോട്ട് ചാടിയാണ് കുളിക്കാറ്. അതാ അന്നത്തെ സ്റ്റൈല്. ചില ദിവസം ഞാൻ ഈ പാലത്തിനടുത്ത് മീൻ ചൂണ്ടയിടാനായി പോകും. ഫിഷിങ്. നീ ഈ പാടത്ത് പോയിട്ട് ചെറുമക്കളെ കൂട്ട് മീൻ ചൂണ്ടി നടന്നാലുണ്ടല്ലോ, അമ്മയുടെ വക ഭീഷണിയുമുണ്ട്. എൻ്റെ കൂട്ടുകെട്ട് മുഴുവനും ഇവർ ഈ പറയണ ചെറുമക്കിടാങ്ങൾക്കൊപ്പം.
സുബ്രനും വേലായുധനും കുമാരനുമൊക്കെയാണ് ഇവരിൽ പ്രധാനികൾ. ഇവരിൽ നിന്നാണ് എനിക്ക് കൂടുതൽ രസങ്ങൾ കിട്ടുക. ഇവരൊത്താവുമ്പോൾ മീൻപിടുത്തം, ചില ചുറ്റിക്കളികൾ, ചില ഉത്സവത്തിന് പോകൽ ഒക്കെയാവാം. മീൻ ചൂണ്ടാൻ പോകുമ്പോൾ ഒപ്പം സുബ്രനുണ്ടാവാറുണ്ട്. അന്ന് അവനില്ല. ഞാനങ്ങനെ പാലത്തിലിരുന്ന് ചൂണ്ടയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, ദൈവമേ, വലിയൊരു മീൻ കിട്ടുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ ആ മീനുമായി അങ്ങോട്ട് ചെല്ലാം. മീൻ അങ്ങോട്ട് വച്ചിട്ട് ദേ കിടക്കണ കണ്ടോ എന്ന് അഭിമാനത്തോടെ പറയാം. അല്ലാതെ പഠിച്ച് നന്നായി കാണിച്ചു കൊടുക്കാനൊന്നും നിവൃത്തിയില്ലല്ലോ. പിന്നെ ആകെ പറ്റാവുന്നത് ഇങ്ങനെ മീൻ പിടിച്ചോ അല്ലെങ്കിൽ വല്ല തെങ്ങുമ്മ കയറിയിട്ടോ ആളാകുക എന്നുള്ളതാണ്. നോട്ടം അതിലൊക്കെയാണ്. ഈ മീൻ ചൂണ്ടുമ്പോൾ അടുത്തുള്ള പയനിയൻ തിയേറ്ററിന് ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വേലിക്കുന്നിൽ പള്ളി മഞ്ചൽ മൂളി വരുന്നത് കണ്ടില്ലേ? ഈ പാട്ടിനൊപ്പം ഞാനിട്ടിരിക്കുന്ന ചൂണ്ടയുടെ പൊന്ത എങ്ങനെ അനങ്ങണുണ്ട്. ഇത് കാണുമ്പം എൻ്റെ തോന്നൽ ഇപ്പം കിട്ടും എന്നാണ്. മണി 6 ആയി, 6:15 ആയി, 6:30 ആയി, 6:45 ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ടൊരാൾ. അന്നൊക്കെ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇടുന്നൊരു ചുരുക്ക. അയാൾ എന്നോട് ചോദിച്ചു, എന്താ പേര്? ഇന്നസെൻ്റ്. എവിടെയാ വീട്? ദാ അവിടെയാ. ഏത്? തെക്കേത്തലയാ. തെക്കേത്തല ആരുടെയാ? വറീദിൻ്റെ. കുര്യാക്കോസിൻ്റെ അനിയൻ. കുര്യാക്കോസൊക്കെ എത്രയോ മിടുക്കനായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാ. നീ മീൻ ചൂണ്ടിയിട്ട് ഇവിടെ കുത്തിരിക്കേണ്ട കാര്യമുണ്ടോ? നിനക്കൊക്കെ നന്നായിക്കൂടെ മോനെ? ഇങ്ങനെ ഒരാൾ തൊട്ടടുത്ത് നിന്നിങ്ങനെ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ ആ ചൂണ്ടയുടെ കണക്കൊണ്ട് ഒരു പെടപടയ്ക്കാനാണ് എനിക്ക് അന്നേരം തോന്നിയത്. ഇയാൾക്കൊരു ആവശ്യമുള്ള കാര്യമല്ല. ഞാൻ ഇയാളുടെ ബന്ധുക്കാരനോ സ്വന്തക്കാരനോ ഒന്നുമല്ല. വീട്ടിൽ ചെന്ന അമ്മയും അപ്പനും ചേച്ചിമാരും ചേട്ടന്മാരും മറ്റവരും മറിച്ചവരും മുഴുവനും ഇത് തന്നെയാണ് പല്ലവി. നന്നാവണ്ടേ. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ഉപദേശം തുടരുക തന്നെയാണ്. ഇയാളെ എന്താ വേണ്ടത്? ഈ വെള്ളത്തിലങ്ങോട്ട് തട്ടിയിട്ടാലോ? അത്ര ദേഷ്യം എനിക്ക്. ആ നേരത്തെ വീടിൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ വെള്ളച്ചട്ടയും വെള്ളം കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ അമ്മ ഞങ്ങളുടെ പറമ്പിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കണം, ഒരു താക്കീത് പോലെ. വേഗം ചൂണ്ടൽ അവസാനിപ്പിച്ചു. അതിനിടയിൽ ഉപദേശകൻ സ്ഥലം വിട്ടിരുന്നു. അവിടുന്ന് എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ ഒരു ഓട്ടമായിരുന്നു. ഈ ഓട്ടത്തിൻ്റെ കാരണം വഴിയിൽ വല്ല പാമ്പോ ചേമ്പോ ഉണ്ടെങ്കിലോ എന്ന് ഓർത്താ. പിന്നെ ഇരുട്ട്. എനിക്കന്ന് വലിയ പേടിയാണ്. അങ്ങനെ വരമ്പത്ത് കൂടി ചകചകാന്ന് ഓടി വീടിൻ്റെ അവിടെ വന്നു. അന്ന് ബക്കറ്റല്ല, പാളയാണ് വെള്ളം കോരാൻ. കിണറിന് വാക്കല് കെട്ടിയിട്ടില്ല. ഞാനൊരു പാള വെള്ളം കോരി കാലും മുഖവും കഴുകി. അന്നേരം അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം, ഇന്ന് അപ്പനിങ്ങോട്ട് വരട്ടെ, ഇന്ന് നിൻ്റെ കല്യാണം ഉണ്ടാ. കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സന്തോഷിച്ചിട്ട് കല്യാണം അങ്ങ് നടത്തി തരുമെന്ന്. അല്ല, അടിക്ക് ഞങ്ങളുടെ വീട്ടിൽ കല്യാണം എന്നാണ് പറയുക. ഏതാണ്ട് 4 വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ കല്യാണം. ദിവസവും കല്യാണമാണ്. കല്യാണമാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്ന അമ്മയുടെ കയ്യിലൊരു വടിയുണ്ട്. എനിക്ക് മനസ്സിലായി. തല്ലുറച്ചു. വേഗം കയ്യും കാലും കഴുകിയിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. ഞാൻ അകത്തോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, ആരാണ്ടാ വെള്ള ഷർട്ടും വെള്ളം മുണ്ടും ഉടുത്തിട്ടൊരു യോഗ്യൻ നിൻ്റെ അടുത്ത് നിന്നത്? മിണ്ടാതെ നിന്നപ്പോൾ അമ്മ പിന്നെയും ചോദിച്ചു, ആരാണ്ടാ അയാൾ? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഇത് വീശി. ഈ തള്ള എന്നെ തല്ലിക്കൊല്ലും. രക്ഷപ്പെടാൻ എന്താ വഴി? ഇങ്ങോട്ട് കയറി വാടാ. വീണ്ടും ബഹളം. അയാൾ ചോദിക്കാമേ, മാപ്രാണത്തെ പീടികയെ പൂട്ടിയിട്ട് അപ്പൻ രാത്രി കയ്യിലാണോ കാശ് കൊണ്ടുവരുന്നത്, അതോ അവിടെ വെച്ച് പോരാണോ എന്ന്. കയ്യിലുണ്ടായിരുന്ന വടി അമ്മയുടെ കയ്യിൽ നിന്ന് ഡീം വീണുപോയി. രാത്രിയിൽ 10 മണിക്ക് പീടിക പൂട്ടി വരുന്ന അപ്പൻ കയ്യിലാണോ കാശ് കൊണ്ടുവരുന്നത്, അതോ പീടികയിൽ വെച്ച് പോരുവാണോ എന്നാണ് ചോദിച്ചേക്കണത്. പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാവും? വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് മാപ്രാണത്തേക്ക്. മാത്രമല്ല കുന്നിൻ്റെ മുകളിൽ കൂടെ വേണം വരാൻ. അമ്മയ്ക്കും തോന്നി ഇന്നു തെക്കേത്തല വറീദിനെ തട്ടൂന്ന്. അമ്മ ആകെ വല്ലാണ്ടായി. പിന്നെ ബഹളമായി. ചേട്ടന്മാരെയൊക്കെ വിളിച്ചു. അയൽക്കാരോടും കാര്യം പറഞ്ഞു. എല്ലാവരും എന്നോടായി ചോദ്യം, കണ്ടാൽ ആളെങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഉടുത്തിട്ടൊരാളാണ്. മീശ ഉണ്ടോ? മീശയില്ല. അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ ടൗണിലേക്ക് നടന്നു കഴിഞ്ഞു അയാളെ പിടിക്കാൻ. എന്നോട് ചോദിച്ച ആളെ എനിക്കറിയാം. നെല്ലുകുത്ത് കമ്പനി ഉള്ളൊരു നായിഡുവാ. ഒരു പാവം മനുഷ്യനയാൾ. 5-10 പേർ കൂടി കടയിലേക്ക് പോയി കഴിഞ്ഞു. വേലായുധൻ്റെ കയ്യിൽ എന്തോ ഒരു പ്രത്യേക ജാതി വെടിവാളുമുണ്ട്. സർവ്വവിധ സന്നാഹത്തോടെയാണ് ഇവരുടെ പുറപ്പാട്. എനിക്കാണെങ്കിൽ ഇത്രയും അങ്ങോട്ട് വേണ്ടായിരുന്നു എന്ന് ഒരു തോന്നലും. അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു നുണയാ ഒക്കത്തിനും കാരണം. എന്താ ഇപ്പോൾ ചെയ്യുക? അപ്പോഴേക്കും 2 ചാത്തൻ കോഴീനെ അമ്മ കൊല്ലുന്നു. പോയ ആൾക്കാരൊക്കെ വരുമ്പം അവർക്ക് ഊണ് കഴിക്കണ്ടേ? അവർ അപ്പനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയതല്ലേ? ഇവർ പീടിക ചെന്നപ്പോൾ അപ്പൻ ചോദിച്ചു, എന്താ എല്ലാവരും കൂടിയിട്ട്? പിന്നെ പറയാം. വലുതേട്ടൻ പീടിക പൂട്ടിയിട്ട് വാ. അപ്പം പീടിക പൂട്ടി. ഈ ഗ്യാങ്ങിനെയെല്ലാം കൂട്ടിയിട്ട് മാപ്രാണത്ത് കള്ളു ഷാപ്പിലെത്തി. അവിടെ കോപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടാൻ കച്ചവടക്കാരനുണ്ട്. വളരെ പ്രസിദ്ധനാണ്. ആദ്യം ഇയാൾ അപ്പൻ്റെ സുഹൃത്തായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തായി. പീടികയിൽ നിന്നും ഈ സംഘത്തിനൊപ്പം കുറേ പേര് കൂടിയിട്ടുണ്ട്.
അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. അങ്ങനെ വയറു നിറച്ച് കള്ളും കുടിച്ച് ഗ്യാങ് വീട്ടിലേക്ക് നീങ്ങി. വരുന്ന വഴിക്ക് പലരെയും ഇവർ സംശയാസ്പദമായി കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചിലരുടെ മുഖത്ത് ടോർച്ചടിക്കുകയും അതേ തുടർന്ന് ചില കശപിശകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു എന്നാണ് കേട്ടത്. തീയാതീന്ന് വീട്ടുപേരുള്ള അവിടുത്തെ പൈലിച്ചേട്ടൻ, തൊട്ടപ്പുറത്തെ നാരായണൻകുട്ടി മൂശാരി, മുന്നിലുള്ള വീട്ടിലെ അപ്പൂത്തട്ടൻ, ആലങ്ങാട്ടിൻ്റെ ഫ്രാൻസിസ് ചേട്ടൻ, ഐനിക്കാടിൻ്റെ കൊച്ചൗസുപ്പ് ചേട്ടൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽപ്പാണ്. നാട്ടിൽ ഇതൊരു സംഭവമായി കഴിഞ്ഞു. അപ്പന് പോലീസിൻ്റെ പുളിച്ച തെറി. രാത്രി 11 മണിയായപ്പോഴേക്കും അപ്പനും രക്ഷകരും എത്തി. അവർ വന്നപാടെ ഓരോരുത്തരായി വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പതിവില്ലാണ്ട് ഒരു പെട്രോൾ മാക്സും ഒക്കെയായിട്ടാണ് ഇവരുടെ വരവ്. അപ്പം വന്നപാടെ ചൂടുവെള്ളം എടുത്ത് കുളിച്ചു. ഇതിനിടയിൽ സുബ്രനും മറ്റും ഞങ്ങളുടെ കുളിമുറിയിൽ കയറി കുളിയൊക്കെ നടത്തുന്നുണ്ട്. വീട്ടിലന്ന് ചിമ്മിനി വിളക്കാണ്. കറണ്ട് ആ ഭാഗത്തെങ്ങും ആയിട്ടില്ല. ചിലർ വന്ന വഴിയിലുണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാൻ തുടങ്ങി. ബീഡിയുടെ പുക ആകാശത്തേക്ക് ചുരുളായി പറക്കണത് പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ കാണാം. ഇതിൽ കാജ ബീഡിക്കാരുണ്ട്, ആപ്പിൾ ഫോട്ടോ ബീഡിക്കാരുണ്ട്. ശരിക്കും കള്ളുമൂത്ത ചിലർ ഇത്തിരി വീമ്പൊക്കെ കാശുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പം അപ്പൻ അമ്മോട് ചോദിക്കുന്നത് കേട്ടു, അവനെന്തേ കഴിച്ചോ? അവനൊരു പിടി ചോറേ ഉണ്ടുള്ളൂ. ഇത് കേട്ടതിന് ശേഷം അവന് വലിയ വിഷമമാണ്. അപ്പന് എന്തേലും പറ്റുമോ എന്ന് അവൻ്റെ ഒരു വിഷമം. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി, ഈ തള്ളയ്ക്കെന്താ ഭ്രാന്തായോ? അപ്പന് എന്തിട്ട് പറ്റുന്ന ഇവരീ പറയണേ? 2 ചാത്തൻ കോഴികൾ ഇവിടെ കൊല ചെയ്തു. അതുകൂടാണ്ട് കുറേ കള്ളന്മാർക്ക് ചോറ് വെച്ച് വിളമ്പണം. സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഇവരൊക്കെ അന്ന് കളത്തിലും ഒക്കെയായി കിടന്നിറങ്ങി. ഇടയ്ക്കൊക്കെ ആരാടാ അവിടെ എന്നൊക്കെ ഉച്ചത്തിൽ കേട്ടിരുന്നു. ആരും അവിടെ എങ്ങും വന്നിട്ടൊന്നുമില്ല. ഈ അട്ടഹാസം കുടിച്ച കള്ളിൻ്റെ ഊക്കിലെ കാച്ചാണ്. നേരം വെളുത്തു. അകലെയുള്ള ബന്ധുക്കൾ വരെ ഇതറിഞ്ഞ് എത്തിത്തുടങ്ങി. ഇതിൽ അമ്മയുടെ ചേട്ടത്തി അനിയത്തിമാരുണ്ട്, ഇളയപ്പനുണ്ട്, അപ്പൻ്റെ വല്യപ്പനുണ്ട്. അമ്മയുടെ ഒരു ചേട്ടത്തി കോട്ടയിലുണ്ട്. കുറച്ചും മലയൊക്കെ കയറിയിട്ട് വേണം അവർക്ക് വരാൻ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവരും എത്തി. പുത്തമ്പുരയിലെ വല്യമ്മ, ചെങ്ങളത്തെ വല്യമ്മ, തൃശ്ശൂരത്തെ ഇളയമ്മ ഒക്കെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ അമ്മയുടെ ചുറ്റിനും കൂടി. എന്നെയും അവിടെ പിടിച്ചിരുത്തി. തെക്കത്തല പറയുന്നത് പിറ്റേന്ന് പീടികയിലേക്ക് പോയി. അപ്പനോട് നമ്മുടെ കാവലുകാർ പറഞ്ഞു, ഇന്ന് അവർ പണിക്ക് പോകണില്ല എന്ന്. അവരൊന്നും തലേന്ന് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ലത്രേ. നോക്കണേ, ഈ 10-12 ആൾക്ക് അപ്പൻ അന്നത്തെ കൂലി കൊടുക്കണം. കൂടാണ്ട് വൈകിട്ട് അവർ വീണ്ടും വരികയും വേണം. അതിന് ചിലവ് വേറെ. അകലേന്ന് വരുന്ന വല്യമ്മമാരും ഇളയമ്മമാരും എനിക്ക് ഓറഞ്ചും ഒക്കെ കൊണ്ട് തരുന്നുണ്ട്. ഓറഞ്ച് അന്ന് വിശേഷ സാധനമാണ്. ഇതൊക്കെ ഞാൻ അകത്താക്കുന്നുണ്ടെങ്കിലും എന്തോ ആകെ ബുദ്ധിമുട്ട്. ആ വീട്ടിൽ ഏറെ വേദന അനുഭവിക്കുന്നതും ശ്വാസം മുട്ടുന്നതും ഞാനാണ്. പുതിയ കൂട്ടുകാരൊക്കെ എത്തിയപ്പോൾ പെങ്ങന്മാർക്കൊക്കെ നല്ല ഉഷാറ്. യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു അമ്മാമ്മയുണ്ട്. ആ അമ്മാമ്മ അല്ലാണ്ട് തന്നെ ഭയങ്കര ശല്യ. വന്നാലോ 2 ആഴ്ചയൊക്കെ താമസിച്ചാവും മടക്കം. ഇവരൊരു കാരണം കിട്ടാൻ കളിക്കുക. ആ പേരും പറഞ്ഞ് വീട്ടിൽ കൂടാൻ. വീട്ടിലെത്തിയാൽ പിന്നെയാണോ പുള്ളിക്കാരിയുടെ ചികിത്സകളൊക്കെ തുടങ്ങുക. ബാലാസുഗന്ധാരി എണ്ണ, അഗസ്ത്യ രസായനം, കല്യാണ മണ്ഡപം നെയ്യ്, ഇതൊക്കെ ഇരിങ്ങാലക്കുട മാത്രമേ ഉള്ളൂ പോലും. അതും തൈക്കാട്ട് മൂസിൻ്റെ. ഈ തള്ളയുടെ അടുത്ത് നിന്നാൽ തന്നെ ഭയങ്കര കുഴമ്പിന് നാറ്റാണ്. അമ്മോട് പറയണ കേൾക്കാം. മർലീത്ത, ചൂട് കഞ്ഞി ആവണം കേട്ടോ. എല്ലാത്തിനും എനിക്ക് ചൂട് വേണമെന്നറിയാലോ. പിന്നെ നറുനെയ്യ് ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ടേക്ക്, ലേശം മഞ്ഞപ്പൊടി. തള്ളയ്ക്ക് എൻ്റെ അപ്പന് കല്യാണം കഴിച്ചു കൊടുത്തതിൽ എന്തോ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് പണ്ട് കല്യാണ ബ്രോക്കറുടെ സൂക്കേടുണ്ടായിരുന്നു. മാർഗരീത്തയ്ക്ക് നല്ല കാലം വന്നത് ഇവർ കാരണമാണ് പോലും. ഈ അവകാശം പറഞ്ഞാണ് ഇടയ്ക്കിടയ്ക്ക് ഈ തള്ള വലിഞ്ഞു കയറി വന്ന് ശാപ്പാടും ചികിത്സയും ഒക്കെ കഴിച്ചു പോകാറ്. വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് നേരെ ചില ഭരണമൊക്കെയുണ്ട്. പഠിക്കേണ്ടായ ചാണകം വാരി നടക്കാം. മാത്രമല്ല എണ്ണ കയ്യുമേ പുരട്ടി എന്നോട് ഒഴിയാൻ കൽപ്പിക്കും. പിന്നെ മുറുക്കാൻ ഇടിച്ചു കൊടുക്കണം. ഇവരും എത്തിയെന്ന് കണ്ടപ്പോൾ സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാലോ എന്നായി ഞാൻ. പിന്നെ തോന്നി അത് വേണ്ട, സംഗതി ഇത്രത്തോളമായി. ഇനി പറഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ കൊല്ലുന്ന ഉറപ്പാ. എല്ലാ ദിവസവും അപ്പൻ രാവിലെ പീടികയിലേക്ക് പോകും. അവിടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എത്തുന്നവരാണ് കൂടുതലും. വൈകിട്ട് അംഗരക്ഷകർ മാപ്രാണത്തേക്ക് പോകും. പീടിക പൂട്ടി അപ്പനെ കൂട്ടി തിരികെ പോരും. ഷാപ്പിൽ നിന്ന് കോപ്പൻ്റെ കറിയും കൂട്ടി ആവോളം കള്ളു മോന്തും. വഴി കാണുന്നവരുടെ മുഖത്ത് ടോർച്ചടിക്കും. കൂട്ടത്തിൽ ആരടാ എന്തടാ എന്നുള്ള അട്ടഹാസങ്ങളും. ഇങ്ങനെ 3-4 ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിലാണെങ്കിൽ നല്ല ചിലവ്. 2-3 കറികളൊക്കെയായി. ഈ 10-12 എണ്ണത്തിന് സദ്യ ഒരുക്കണം. അപ്പൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നവരാണല്ലോ. അപ്പോൾ അവർക്ക് നന്നായി ഭക്ഷണം കൊടുക്കണമല്ലോ. കൂട്ടിലുണ്ടായിരുന്ന കോഴികളൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ഇതങ്ങോട്ട് നിർത്താം എന്നായി അപ്പൻ. വിവരം കാവൽ സംഘത്തെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു വൈക്ലഭ്യം. കാരണം ദിവസങ്ങളായി സംഗതികളൊക്കെ കുശാലായി നടക്കാണല്ലോ. ഇഷ്ടത്തോടെ അല്ലെങ്കിലും കൂടുതൽ പേരും പിരിഞ്ഞു.
പിന്നെ കാവൽക്കാരി 2 പേർ മാത്രം അവശേഷിച്ചു. അന്ന് രാത്രി ഇവർ കള്ളനെ പറമ്പിലിട്ട് ഓടിച്ചു. ആരാണ്ടാ അവിടെ? നിക്കടാ, ഇന്ന് നിന്റെ അവസാനാടാ കഴിവേറി. അങ്ങനെ രാത്രിയിലാകെ ബഹളം. ഒരു കള്ളനും അവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഈ ബഹളത്തിനിടയിൽ അയൽപ്പക്കാരും എണീറ്റു. അവരും ചുട്ടും ഒക്കെ കത്തിച്ച് കള്ളനെ തെരച്ചിലായി. ഒരാൾ ആ കള്ളൻ വലിച്ചിട്ടെറിഞ്ഞ പാഷിംഗ് ഷോ സിഗരറ്റിൻ്റെ കുറ്റി അപ്പനെയും മറ്റും കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പറമ്പിൽ അന്നൊരു പൊട്ടക്കിണറുണ്ട്, ഏതാണ്ട് നികരാറായ കിണർ. രാത്രിയിലെ തിരച്ചിലിനിടയിൽ അയലോക്കത്തെ ചാക്കോ പച്ചൻ ഈ കിണറ്റിൽ വീണു കൈയൊടിഞ്ഞു. പിന്നെ ഈ പ്രായമായ അപ്പാപ്പനെ ആശുപത്രി കൊണ്ടുപോക്കും മറ്റും. അതിൻ്റെ ചെലവ് വേറെ. രാത്രി കള്ളം വന്നെന്ന് ഉറപ്പായല്ലോ. അതോടെ വീണ്ടും കാവൽക്കാരുടെ എണ്ണം കൂടി. പതിവ് പരിപാടികൾ വീണ്ടും. ഇതിൻ്റെ ഇടയിൽ മറ്റു ചില സംഭവങ്ങൾ. നമുക്ക് കാവൽ കിടക്കുന്ന ആൾക്കാരില്ലേ, അതിൽ ഓരോരുത്തന് രാത്രിയിൽ ദാഹം വരിക. എന്നിട്ട് എൻ്റെ പെങ്ങളോട് പൗളി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ ചിലർക്ക് തമാശകൾ പറയാൻ തോന്നുക. ഇതൊക്കെ കാണാനും കേൾക്കാനും ഇടയാകുന്ന 13കാരനായ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് ഓർക്കണേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ള സംഭവം തുറന്നു പറയുകയാണ്. എങ്കിൽ പിന്നെ എൻ്റെ അടിയന്തരമാവും നടക്കുക. ഒരു ദിവസം ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടത്തിൽ എളാപ്പനും പോന്നു. അവരൊരാളെ പിടികൂടിയിട്ടുണ്ട്. അയാളാണോ എന്നോട് അപ്പൻ്റെ കാര്യം ചോദിച്ചതെന്നറിയാനായിരുന്നു ഇത്. ആളെ കാട്ടിയിട്ട് SI ചോദിച്ചു, ഇവനാണോടാ നിന്നോട് അപ്പൻ്റെ കാര്യം ചോദിച്ചേ? ഞാൻ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനൊന്ന് നോക്കി. ദയനീയ മുഖം. ഞാൻ ഇത് തന്നെ ആളെന്ന് പറഞ്ഞാൽ അന്ന് അയാൾക്ക് പൂര. എൻ്റെ തൊല്ലവും തീരും. പക്ഷേ ആ മുഖം കണ്ടപ്പോൾ അല്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. വിവരം പറഞ്ഞ് ഞാനും എളാപ്പനും വീട്ടിൽ പോന്നു. അടുത്ത ദിവസം പീടിക പൂട്ടി അപ്പനും സഹപ്രവർത്തകരും വീട്ടിലേക്ക് പോരാണ്. ആവോളം കള്ളും മോന്തിട്ടുണ്ട്. ഇവർ സംശയാസ്പദമായി ഒരാളെ വഴിയിൽ കാണുന്നു. ആൾക്ക് മീശയില്ല, ക്ലീൻ ഷേവ്. ഇവർക്കൊക്കെ അപരിചിതൻ. മീശയില്ലാത്ത ആളെ കണ്ടാൽ വിടാൻ പറ്റുമോ? പ്രധാന ലക്ഷണമല്ലേ? ചോദ്യം ചെയ്യലായി. കൂട്ടത്തിൽ ആരോ പറയുന്നു, ചോദ്യമൊന്നും വേണ്ട, നല്ല പൊട്ടീരകം കൊടുത്താ കിളി പറയണ പോലെ പറയും കാര്യങ്ങൾ. പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയ്ക്ക് രാത്രി ആശുപത്രിയിൽ ചോറും കൊണ്ട് കൊടുത്തിട്ട് വരികയാണ് അയാൾ. ഇത് പറഞ്ഞ കള്ളോ മൂത്ത് നിൽക്കണവർക്കുണ്ടോ മനസ്സിലാവുന്നു. ഇതിനിടയിൽ ആരോ ഇയാൾക്കിട്ട് 2 പൊട്ടീരും പാസ്സാക്കി. അത് അപ്പനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ചെയ്താണ്. എന്തായാലും അപ്പൻ ഇടപെട്ട് ഇയാളെ രക്ഷപ്പെടുത്തി വിട്ടു. ഈ സംഭവം നേരം വെളുത്തപ്പോൾ ആകെ പ്രശ്നമായി. കുമാരൻ എന്ന് പറയുന്ന ഒരാളെയാ ഇവർ പൂശി വിട്ടത്. ആളൊരു മാന്യനും. അയാളുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ സംഗതി അറിഞ്ഞ് ഇളകി. അന്ന് ഇരിങ്ങാലക്കുട SI അപ്പനെ വിളിച്ചൊരു താക്കീത് കൊടുത്തു. എടാ മാപ്പിളേ, കയ്യിൽ കാശുണ്ടെന്ന് വെച്ച് കണ്ടവർക്കൊക്കെ കള്ള് മേടിച്ച് കൊടുത്തിട്ട് റോഡിൽ മാനമര്യാദയ്ക്ക് പോണ ആളോളുടെ മെക്കെട്ട് കയറുക. മേലാൽ അപ്പൻ എന്തായാലും തല്ലി കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ തെറി കുറേ കൂടെ ഉണ്ടായിരുന്നു. അത് എഴുതാൻ പറ്റുന്നതല്ല. പോലീസിൻ്റെ തെറിയല്ലേ. തീർന്നില്ല പൊല്ലാപ്പ്. അന്ന് രാത്രി ഈ കുമാരൻ്റെ ആൾക്കാർ പീടികയുടെ ഒരു ഭാഗം തല്ലി പൊളിച്ചു കളഞ്ഞു. പിന്നെ കേസായി, വഴക്കായി. കടയിലെ കച്ചവടമൊക്കെ കുറഞ്ഞു. പീടികയിൽ വലിയ വരുമാനമില്ല. കയ്യിൽ കൊണ്ടുവരാൻ കാശ് ഉണ്ടെങ്കിലല്ലേ കള്ളനെ പേടിക്കേണ്ടത്. ഇപ്പോൾ അതില്ലാലോ. പോക്കറ്റ് കാലി. അപ്പന് ധൈര്യമായിട്ട് വീട്ടിൽ വരാം. അതുകൊണ്ട് ഗ്യാങ്ങിനെ പിരിച്ചു വിട്ടു. പിന്നെ കുറേ നാൾ അപ്പൻ എന്നും രാവിലെ പീടികയിൽ പോയിരുന്നു. കമ്മ്യൂണിസം നാട്ടുകാർ മറന്നു പോകരുതല്ലോ. അധികം താമസിയാതെ കട കംപ്ലീറ്റ് പൂട്ടി. പിന്നെ അപ്പൻ ചില കോൺഗ്രസ് കോൺട്രാക്ടറുകൾ, മുനിസിപ്പാലിറ്റിയിലെ പണികൾ ഒക്കെയായി വീട് പോയിട്ട് പോന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ മുനിസിപ്പാലിറ്റി കൗൺസിലറായി, സിനിമ നിർമ്മാതാവായി. അങ്ങനെ ഒരു ദിവസം അപ്പന് അമ്മയും ഒക്കെ ഇരുന്ന് വർത്തമാനം പറയാണ്. ഭാര്യ ആലീസുണ്ട്. ഈ സമയം ഞാൻ അപ്പനോട് ചോദിച്ചു, അപ്പാ, ഞാനൊരു തമാശ പറഞ്ഞാൽ അപ്പന് എന്തായാലും തോന്നോ? പറയടാ, കേൾക്കട്ടെ. അപ്പന് ഓർമ്മയുണ്ടോ, പണ്ട് കല്ലേലി പാലത്തിൽ ഞാൻ ചൂണ്ടാൻ പോയപ്പോൾ ഒരാൾ അപ്പൻ കാശ് കടയിലാണോ വയ്ക്കുക അതോ കൈ കൊണ്ടുവരാണോ ചോദിച്ചത്? ഉണ്ടോന്ന്. അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ വരെ ഞാൻ കയറിയില്ലേ. ഹോ, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ തെറി. എന്താപ്പോൾ പറയാൻ. അടിപേടിച്ച് ഞാനുണ്ടാക്കിയ ഒരു നുണക്കഥയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ച് കസേരയിൽ നിന്ന് താഴോട്ട് കുത്തിയിരുന്ന അപ്പൻ ചിരിച്ചു. ഇതിനിടെ പുറത്ത് പടമൊന്ന് ഒരടി വീണു. അമ്മയുടെ വകയാണ്. നോക്കുമ്പോൾ അമ്മയുടെ കണ്ണീർ ഉരുണ്ടു കൂടിയിട്ടുണ്ട്. ഒരു പീടിക പൊളിച്ച മഹാപാപി, അമ്മ അറിയാതെ പറഞ്ഞുപോയി. അപ്പൻ അതിലൊരു ഹ്യൂമറൊക്കെ കണ്ടു കഴിഞ്ഞു. എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, എടാ കൊച്ചു ടാറ്റവരെ, എന്ന് പൊട്ടണ നുണയല്ലേ നീ അന്ന് കാച്ചിയത്. നന്നായി ഇപ്പം തുറന്നു പറഞ്ഞത്. ഈ ജാതി നേരം പൊക്ക നിൻ്റെ കയ്യിൽ അല്ലേ? അപ്പന് ചിരിയടക്കാനായില്ല.